Hi friends, Epyz പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ എനിക്ക് ഈ താടിയെ പറ്റി ഈ വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് താടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും താടിയുടെ വീഡിയോ കിട്ടുന്നതാണ്. ഇപ്പോൾ കുറേ പേര് ഈ താടിയുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നില്ലെങ്കിലും ചിലവർ ഈ താടിയുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ എനിക്ക് ഒരിക്കലും ഇത് വിഷമിപ്പിക്കാൻ പറ്റില്ല. താടിയെ പറ്റി അവരുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അത് ഉറപ്പായിട്ട് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പുതുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്കായാലും ഇത് ഉപകാരപ്രദമായിട്ടുള്ളൊരു ചാനലുമാണ്, വീഡിയോസുമാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താടിയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് കാണാം, പഴയ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ പുതുതായിട്ട് താഴെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത ആഴ്ച നിങ്ങളുടെ പേരും കാര്യങ്ങളും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് തീർക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ ഓൺ ആക്കിയിടണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളൊക്കെ ഏതെങ്കിലും കൂട്ടുകാർ ഈ താടി വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ചാനലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ലേടിക്കാണ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരുടെ കമൻറ്റ് നമുക്ക് വായിക്കാം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്, പിന്നെ ഈ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന കാര്യങ്ങൾ ഞാൻ പിന്നെ എൻ്റെ ഒരു ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇപ്പം വായിക്കാൻ പോകുന്നത് യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ട് വീഡിയോയിൽ താഴെ വന്ന കമൻറ്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയ കമൻറ്റ്സാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ കമൻറ്റ് അയച്ചേക്കുന്നത് ഷാഹുൽ എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. ആ ബ്രോ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോയുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം നിങ്ങളിലോട്ടും കൂടെ എത്തിക്കണം. കാരണം ഈ സെയിം ഡൗട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ ഈ ഒരു സെയിം കമൻറ്റ് ആൾക്കാർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബ്രോയ്ക്ക് പറഞ്ഞ അതേ സെയിം മറുപടി ഞാൻ നിങ്ങൾക്കും എത്തിക്കണത്. അപ്പോൾ ഷാവൽ ബ്രോ ചോദിച്ചിരിക്കുന്ന ബ്രോ മിനോക്സൈൽ MX5 ഓർ മിൻടോപ്പ് 5 ആണോ നല്ലതെന്നാണ് ആദ്യം ചോദിച്ചിട്ട് 2 കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബ്രോ ഈ ചോദിച്ചിട്ട് MX5 ആണോ മിൻടോപ്പ് ആണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചാനലിലൂടെ ആദ്യം പരിചയപ്പെടുത്തിയത് ഈ മിൻടോപ്പാണ്. കാരണം ഈ താടിയിൽ ഈ എല്ലാവരും മിനോക്സൈൽ യൂസ് ചെയ്യുന്നത് അറിഞ്ഞ ഘട്ടത്തിൽ എല്ലാവർക്കും ഈ മിൻടോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മാത്രം, അതായത് ഈ മിൻടോപ്പ് എന്ന് പറഞ്ഞ താടിയിലെ ഒരു ബ്രാൻഡ് മാത്രമായിരുന്നു എല്ലാവർക്കും അറിയാമെന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് ഞാൻ എന്താണ് എൻ്റെ ചാനലിൽ 2-3 വീഡിയോസ് കൊണ്ട് ഞാൻ കാണിക്കുന്നത് MX5 ആണ് കാണിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ MX5 തേക്കണവർക്ക് ഇപ്പോൾ ഈ മിൻടോപ്പ് തേക്കണേനേക്കാളും ഉപയോഗമുണ്ട് എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് അറിയിച്ച് പേഴ്സണലായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ MX5 ഞാൻ എല്ലാവരിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ നമ്മുടെ ഈ മിൻടോപ്പിൽ അടങ്ങിയേക്കാൾ എന്തോ 2-3 കണ്ടന്റ് നമ്മുടെ ഈ MX5 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല്, നമുക്ക് സ്മെല്ലും MX5ൻ്റെ സ്മെല്ലാണ് കുറച്ചും കൂടെ നല്ലത്. ചിലർക്ക് മറ്റേ മിൻടോപ്പിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തലവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ താടിയിൽ ഇപ്പം MX5 തേക്കുമ്പോൾ മിൻടോപ്പ് തേക്കുമ്പം അവർക്ക് ആ സ്മെല്ല് പറ്റാനില്ല, ആ സ്മെല്ല് പറ്റാണ്ട് തലവേദന എടുക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ റിസൾട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഏകദേശം 1% മാത്രമേ കുറവ് കാണുള്ളൂ നമ്മളെ ഈ ഒരു റിസൾട്ടിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഈ മിൻടോപ്പ് തേക്കുമ്പോൾ ഏകദേശം MX5 മിൻടോപ്പും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയണത് എന്തെന്ന് വെച്ചാൽ MX5 തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നത്. അത് 1% വ്യത്യാസമേ കാണത്തുള്ളൂ. MX5ഉം നമ്മുടെ ഈ ഒരു മിൻടോപ്പും കൂടെ ചേർന്നിട്ട് രണ്ടും കൂടെ ചേരുമ്പോൾ 1% ഡിഫറൻസ് കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബ്രോയ്ക്ക് MX5ഓ മിൻടോപ്പോ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യണത് MX5 യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് ഞാൻ ബ്രോയ്ക്ക് സജസ്റ്റ് ചെയ്യണത്, പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യണം, ഈ ഒരു ഘട്ടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് MX5 തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അതിന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് റിസൾട്ട് തരാൻ കഴിവുണ്ട് എന്ന് യൂസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ MX5 സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെയിം ബ്രോ തന്നെ എൻ്റെ അടുത്ത് വേറൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഷാൽ ബ്രോ തന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ബ്രോ മിനോക്സൈഡിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക, പ്ലീസ് റിപ്ലൈ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബ്രോയ്ക്ക് ഞാൻ അതിനും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. ഷാവൽ ഈ ചോദിച്ച പോലെ തന്നെയാണ്, നമുക്ക് ഈ MX5 മിൻടോപ്പോ ഒന്നും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഇപ്പോൾ ഈ ബിയേഡ് ഓയിൽ നമ്മൾ തേക്കണ പോലെയൊന്നും ഈ മിൻടോപ്പും മിനോക്സൈഡിലൊന്നും നിർത്താൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഈ രക്തം ഓട്ടം കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ മിൻടോപ്പ് തേക്കുമ്പം MX5 തേക്കുമ്പം നമുക്ക് ഒരു സൈഡിലോട്ട് രക്തോട്ടം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ രക്തോട്ടം കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ രക്തോട്ടം ഓട്ടോമാറ്റിക്കലായിട്ട് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറയും, നമ്മുടെ മുടിക്ക് വേണ്ട ന്യൂട്രീഷ്യൻസും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ആ മുടിയുടെ കട്ടിയുള്ള മുടി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വീലക്സ് ഹെയറിനേക്കാളും കുറച്ചും കൂടെ കട്ടിയ ഹെയർസ്, ആ ഹെയർസ് നമുക്ക് വലിച്ചെടുക്കാൻ കഴിയത്തില്ല, ന്യൂട്രീഷ്യൻസും ആവശ്യമുള്ള കാര്യങ്ങളും വലിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം അത് അവിടെ ഇരുന്ന് സെല്ല് മരിക്കും, ആ മുടി രോമത്തിൻ്റെ വളർച്ച അവിടെ മുരടിക്കും.
മുരടിച്ച് അതങ്ങ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മിൻടോപ്പിൻ്റെ ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല പെട്ടെന്നൊന്നും. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാളുടെ കാലൊടിയും, അപ്പോൾ ആൾ കുറേ കാലം നമുക്കിങ്ങനെ ബാൻഡേജ് ഇട്ട് നടക്കുമ്പം എന്നിട്ട് കാല് പെട്ടെന്ന് ഒരു ദിവസം ശരിയാവണമെന്ന് വെച്ചു. അങ്ങനെ ശരിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പഴയതുപോലെ 2 കാല് ഊതി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ശീലിച്ചു, നമ്മുടെ ശരീരം ഒരു കാര്യം ശീലിച്ചാൽ അത് മാറ്റിയെടുക്കാൻ, ഇപ്പോൾ പഴയ നമ്മൾ ചെറുതിലെ പഠിക്കുന്ന പല ശീലങ്ങളും, തെറ്റായിട്ടുള്ള കുറേ ശീലങ്ങൾ അത് നമുക്ക് മാറ്റിയെടുക്കുന്നത് പിന്നെ നമ്മുടെ പേരൻസ് ആയിരിക്കും, സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് ഈ MX വേവ്. നമുക്ക് പെട്ടെന്ന് നിർത്താൻ കഴിയത്തില്ല. ബ്രോയുടെ മുടി, അതായത് താടി മൊത്തത്തിൽ കട്ടിയായാൽ മാത്രമേ ബ്രോയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ഇത്രയും കാലം ഇതിനു വേണ്ടി ചിലവാക്കിയ കാശും അതുപോലെ സമയവും, കാരണം ഇതൊക്കെ തേക്കും നല്ല റിസ്ക് എടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ബില്ലോയിൽ അതാവാതെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ MX വേവും നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ബ്രോ നന്നായിട്ട് ഇതൊന്ന് തിക്കാവണ വരെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് സ്റ്റോപ്പാക്കിയാൽ നമ്മളെ മുടിയൊക്കെ പോവും. താടി കഷ്ടപ്പെട്ട് വളർന്ന താടിയൊക്കെ 3 മാസം കൊണ്ട് തന്നെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ കൊഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷാണ്, അതായത് നമ്മൾ മലയാളം ചാനലൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. ഇംഗ്ലീഷ് ചാനലിൽ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അവരെ താടി ടൈം ലാപ്സ് വെച്ച് ഇട്ടിട്ടുണ്ട്. ആദ്യം മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ കുറേ താടി വന്ന് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രോയ്ക്കുള്ള ഉത്തരം MX വേവും മിൻടോപ്പ് ആയാലും അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം ഷാവുൽ ബ്രോയ്ക്കുള്ള ഉത്തരം ഇത് തന്നെയാണ്, മിനോക്സൈഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത് ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ആ കമൻറ്റ് നോ ലിമിറ്റ്സ് വിത്ത് അനു അഷുറഫ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ ഡൗട്ട് എന്താണെന്ന് നോക്കാം. ബ്രോ ഒട്ടും താടി രോഗം ഇല്ലാത്തവർക്ക് വരില്ല എന്നാണോ ബ്രോ പറയുന്നത്? അതായത് ബ്രോ ചോദിച്ചിരിക്കുന്നത് ഈ മിൻടോപ്പ് ആയാലും MX വേവ് ആയാലും യൂസ് ചെയ്താൽ താടി ഒട്ടും ഇല്ലാത്തവർക്കും താടി കിളുക്കത്തില്ല എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ബ്രോ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് ഇപ്പം താടി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ MX വേവ് ആയാലും മിൻടോപ്പ് ആയാലും. ഞാൻ അത് ഈ വീഡിയോയിൽ കൊണ്ട് കൺവേ ഉദ്ദേശിച്ചതാണ്. നമ്മൾ ഈ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വീലക്സ് ഹെയറിനേക്കാളും ചെറിയ ബേബി ഹെയർസ് കാണും. അപ്പോൾ ആ ബേബി ഹെയർസ് ഉള്ള എല്ലാവർക്കും തന്നെ ഈ മിൻടോപ്പ് അല്ലെങ്കിൽ MX വേവ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 100% താടി വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാനാണ് പറയുന്നത്. 100% നിങ്ങൾക്ക് താടി ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വേറെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് താടി നന്നായിട്ട് വളർത്താനേ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പം ചിലർക്ക് ഈ ജീൻസിൻ്റെ ഹോർമോൺസിൻ്റെ ഒക്കെ കാര്യങ്ങളും പ്രശ്നങ്ങളും കാണും, ഇങ്ങനെയുള്ള ഘടകങ്ങളുടെ പ്രശ്നം കാണും. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് MX വേവ് അല്ല എന്ത് യൂസ് ചെയ്താലും താടി വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം 100% ആൾക്കാർ ഇപ്പം നമുക്ക് ഈ മിനോക്സൈഡിൽ യൂസ് ചെയ്യുന്നെങ്കിൽ 90% ആൾക്കാർക്ക് താടി വരത്തുള്ളൂ. 10% ആൾക്കാർക്ക് താടി വരാൻ ചാൻസ് ഇല്ല. അത് നമുക്ക് പാരമ്പര്യത്തിൻ്റെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്കുള്ള ആകെ ഉള്ള ചില വഴി നമുക്ക് ബിയേർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ചില നടന്മാരെ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ പേര് പറയാനില്ല, ചില നടന്മാർക്ക് നമുക്ക് എന്ത് ചെയ്താലും താടി വരത്തില്ല. നമുക്ക് തമിഴിലാവട്ടെ ഹിന്ദിയിലാവട്ടെ ചില നടന്മാരുണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ കട്ടയ്ക്ക് താടി വരാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. ജീൻസ്, ഹോർമോൺസ് എന്ന ഘടകങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ താടി വരാത്തത്. അങ്ങനെയുള്ളവർ ഈ MX വേവ് യൂസ് ചെയ്ത് സമയം കളയാൻ നിൽക്കേണ്ട. അപ്പോൾ ഈ MX വേവ് യൂസ് ചെയ്യും മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു മൊബൈൽ ടോർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ മിററിൽ നോക്കി നിങ്ങൾ മൂത്തടിക്കുമ്പോൾ ചെറിയ കുഞ്ഞു സ്മോൾ ടൈനി ഹെയർസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നവർ മാത്രം നിങ്ങൾക്ക് ഈ ഒരു മിനോക്സൈഡിൽ യൂസ് ചെയ്യണം. അല്ലാതെ ഞാൻ പറയുന്നില്ല ഒരിക്കലും മുടിയില്ലാത്ത രോമമില്ലാത്തവർക്ക് മുടി കിളിർക്കും, ഉറപ്പായിട്ട് താടിയിൽ മുടി കിളിർക്കും ഈ MX വേവോ മിൻടോപ്പോ യൂസ് ചെയ്താൽ. അപ്പം അതിൽ ഒരു സംശയമില്ല. ബ്രോഡ് ഉത്തരത്തിനുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതാണ്. മിനോക്സൈഡിൽ യൂസ് ചെയ്ത താടി ഉറപ്പായിട്ട് വരും. ഈ ജീൻസും അങ്ങനെയുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വരാതിരിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് ഈ MX വേവ് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും താടിയും മീശയും വരുമെന്ന് 100% ഉറപ്പാണ്. അപ്പം ബ്രോഡ് ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ചോദിച്ചിരിക്കുന്ന ആരും നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് സുഹൈൽ KMR എന്ന് പറഞ്ഞ ഒരാൾ 6 ദിവസം മുന്നേ ചോദിച്ചിരിക്കുന്ന ഒരു കമൻറ്റാണ്. അപ്പോൾ അത് ബ്രോ എനിക്ക് താടി വന്നു, ഞാൻ മിനോക്സൈഡിൽ സ്റ്റോപ്പ് ചെയ്ത് കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ ബ്രോ ചോദിച്ചിരിക്കുന്നത്. ബ്രോക്കിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിലും കൂടെ ഞാൻ റിപ്ലൈ തരുകയാണ്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ കാസ്റ്റർ ഓയിൽ തേച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ ചിലവരുടെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ഈ ഒരു താടി വളരണ ഒരു മിത്ത് കൊണ്ടുവന്നത് തന്നെ ഈ
കാസ്റ്റർ ഓയിലാണ്. അതായത് നമ്മൾ ഈ ആവണക്കെണ്ണ നമ്മുടെ മുഖത്ത് തേക്കുമ്പം നമ്മുടെ അവിടെ താടി വളരും എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ സത്യം തന്നെയാണ്, കുറച്ച് അതിലെന്തോ ഒരു കെമിക്കലുണ്ട്. കെമിക്കൽ എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആസിഡോ എന്തോ കാര്യം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അതിൽ താടി വരും എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലവർക്ക് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. ഇപ്പം നല്ല വെളുത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ നല്ല വെളുത്ത ആൾക്കാരൊക്കെ നമ്മുടെ ഈ ആവണക്കെണ്ണ മുഖത്ത് തേക്കുമ്പം, വെളുത്താലും കറുപ്പ് അങ്ങനെ ഞാൻ പറയണതല്ല, ഞാൻ കാര്യം പറയുന്നതാണ്. അപ്പം നിങ്ങൾ ഈ കാസ്റ്റർ ഓയിൽ തേക്കുമ്പോൾ ചിലർക്ക് ഇവിടെ കറുക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കറുത്ത മാർക്ക് രണ്ട് സൈഡും വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇതൊരു എണ്ണയാണ്, ഓയിലാണ്, നല്ല കട്ടിയായിട്ടുള്ള ഒരു ഓയിലാണ്. നമുക്ക് നമ്മുടെ സ്മെല്ല് തന്നെ നമുക്ക് പറ്റത്തില്ല, ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, ഈ കാസ്റ്റർ ഓയിൽ നമുക്ക് സെൻസിറ്റീവ് സ്കിന്ന് പിമ്പിൾസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏത് ബിയേഡ് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ബിയേഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു 250 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഒരു ബിയേഡ് ഓയിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം യൂസ് ചെയ്യാം. കാരണം അത് ഒരുപാടൊന്നും ആരും നമ്മൾ താടി തേക്കേണ്ട. നമ്മൾ ഒരു 3-4 ഡ്രോപ്പ് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ തേച്ചാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത്, നിങ്ങൾ ഈ കാസ്റ്റർ ഓയിലൊന്നും എടുത്ത് ഒരുപാട് കയ്യിൽ ഒഴിച്ച് ഇങ്ങനെ മസാജ് ഒന്നും ചെയ്യേണ്ട, തുള്ളിയായിട്ട് എടുത്ത് മസാജ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ മിനോക്സിഡിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് താടി നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ബിയേഡ് ഗ്രോത്ത് ഓയിലും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയണ പോലെ, നമുക്കിപ്പോൾ ഒരു നല്ല താടി വന്നിട്ടുണ്ടാകുമ്പം ഈ ബിയേഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു തള്ളും കൂടെ കിട്ടും. അതായത് നമ്മൾ വന്ന താടി ഒന്നും കൂടെ തിക്കായിട്ട് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ഞാനും ബിയേഡ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ബിയേഡ് ഓയിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ബ്രോയ്ക്കുള്ള ഉത്തരം ഇതാണ്, കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാൻ ബ്രോയ്ക്ക് താല്പര്യമാണെങ്കിൽ ബ്രോയ്ക്ക് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ കറുക്കാൻ ചാൻസ് ഉണ്ട്, പിമ്പിൾസ് വരാൻ എത്തായതുകൊണ്ട് പിന്നെ അത് സ്മെൽ ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പം ബ്രോയ്ക്ക് നല്ല ഷേപ്പിൽ താടി വളർത്താൻ നല്ല ഇതിനൊക്കെ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ബിയേഡ് ഗ്രോത്ത് ഓയിൽ. അപ്പം വെറും ബിയേഡ് ഓയിൽ നിങ്ങൾ മേടിക്കുമ്പോൾ മേടിക്കാതിരിക്കുക, നിങ്ങൾ മേടിക്കാൻ ബിയേഡ് ഗ്രോത്ത് ഓയിൽ തന്നെ വാങ്ങണം. അപ്പം അതിനെ തിക്കാക്കാൻ, നമ്മുടെ താടീനെ തിക്കാക്കാനുള്ള ഒരു കഴിവ് ആ ഒരു ബിയേഡ് ഓയിലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാനൊരു ബിയേഡ് ഓയിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെയാണ്, ഞാനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് മേടിക്കാം. അപ്പം ബ്രോയുടെ സംശയം ഞാൻ ഇതിൽ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കമൻറ്റ് ചെയ്തിരിക്കണം നോക്കാം. അടുത്ത കമൻറ്റ് വന്നിരിക്കുന്നത് 6 ദിവസം മുന്നെയാണ്. JR എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിട്ടുള്ള, പേര് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് കമൻറ്റ് എന്താണെന്ന് വായിക്കാം. ബ്രോ താടി വന്നു ബട്ട് കട്ടിയില്ല, കട്ടിയാകാൻ എന്താ വഴി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഞാൻ പറയും മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. കാരണം ചിലരുടെ നമുക്ക് താടി നോക്കി അറിയാം, ചിലർക്ക് നല്ല ഫുൾ ബിയേഡായിരിക്കും, ചിലർക്ക് എനിക്കാണ് ഇവിടെ ഇല്ല താടി. അപ്പോൾ എൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഇപ്പം ആൾക്കാരുടെ കഷണ്ടിക്ക് ഓരോ പാറ്റേൺ ഉണ്ട്, മെയിൽ പാറ്റേൺ ബേൾഡ് എന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ താടിക്ക് ഓരോ ഷേപ്പ് ഉണ്ട്. ചിലർക്ക് നല്ല നെരുക്കത്തിലും നല്ല മുടി നല്ല കോപ്പർ വയർ നല്ല കട്ടിയായിട്ടിരിക്കും, ചിലർക്ക് ഇരിക്കുന്നത് നൈസായിട്ടുള്ള നാര് പോലത്തെ മുടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഘടകമാണ് നിങ്ങളുടെ ശരീരത്തുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്, 100% 50-50 ചാൻസേ ഉള്ളൂ. അപ്പം എനിക്ക് ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ബ്രോയ്ക്ക് അഥവാ വരുമെന്ന് നിങ്ങളുടെ പാരമ്പര്യവും കാര്യങ്ങളൊക്കെ ഒന്നും അന്വേഷിച്ചിട്ട് ഒരു നല്ല തിക്കായിട്ടുള്ള താടിയാണ് പാരമ്പര്യത്തിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ബ്രോയ്ക്ക് ചെയ്യാന്നുള്ള ഒരു ഈസി വേ തന്നെയാണ് ബിയേഡ് ഗ്രോത്ത് ഓയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഈ താടി വന്നു കഴിഞ്ഞാൽ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബിയേഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. നമുക്ക് ഈ കാസ്റ്റർ ഓയിൽ ഒഴിവാക്കിയിട്ട് ഈ ബിയേഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിയേഡ് ഓയിൽ യൂസ് ചെയ്താൽ, ബിയേഡ് ഗ്രോത്ത് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് താടി തിക്കാവുമെന്ന് അതിന് ഒരു സംശയമില്ല. കാരണം ഈ ബിയേഡ് ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്ത് താടി തിക്കാവാൻ അതിന് നല്ല കഴിവാണ്. ബിയേഡ് റീഗ്രോത്ത്, അപ്പോൾ മുടിയില്ലാത്തടത്ത് നമുക്ക് മുടി വരത്തില്ലെങ്കിലും നമുക്ക് ഉള്ള മുടി തിക്കാക്കി പ്രോപ്പറായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ഈ ബിയേഡ് ഓയിലിന് കഴിവുണ്ടെന്ന് നമുക്ക് പല ആൾക്കാരും അതിൻ്റെ റിസൾട്ട് കിട്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം ഞാനും ബിയേഡ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുഞ്ഞിലേക്ക് താടി കട്ടി കുറവായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ഈ ബിയേഡ് ഓയിൽ, ഞാൻ യൂസ് ചെയ്ത പേഴ്സണലി യൂസ് ചെയ്തതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഇടാം. അത് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആ ബിയേഡ് ഓയിൽ ഫോളോ ചെയ്യണം. അത് ബിയേഡ് ഗ്രോത്ത് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ബ്രോഡ് അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളെ താടി ഇത് യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിയേഡ് തിക്കാക്കാൻ പറ്റിയ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ബിയേഡ് ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്യണം. വേറെ എന്ത് ചെയ്താലും തിക്കില്ലാത്ത താടിയാണ് ബ്രോ, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്താൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബിയേഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്മൂത്ത് ആക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും എണ്ണ, റഫായിട്ടുള്ള കുറേ എണ്ണയുണ്ട്, റഫായിട്ടുള്ള എണ്ണ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുമ്പം നമ്മുടെ ആ മുടി ഒന്ന് പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ അത് ആ പോഴ്സിൻ്റെ അകത്തൊക്കെ ആ ഓയിൽ കയറി അടഞ്ഞിട്ട് മുടി കൊഴിഞ്ഞു പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കണം. കാരണം നമ്മൾ
നമ്മൾ കഷ്ടപ്പെട്ടാണ് താടി ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും സ്വപ്നമാണ് നല്ല കട്ടയ്ക്ക് താടി വരണമെന്ന്. അപ്പോൾ ആ ഒരു ഇത് ചെയ്യാണ്ടിരിക്കണം. അപ്പോൾ ബ്രോയ്ക്കുള്ള ഉത്തരം ഇത് തന്നെയാണ്. നമ്മളെ താടി തിക്കാക്കാൻ വേണ്ടി നമ്മൾ ബിയർഡ് ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്യണം. ഇതാണ് ബ്രോയ്ക്കുള്ള JR എന്ന് പറയുന്ന ബ്രോ ചോദിച്ചിട്ടുള്ള ഡൗട്ടിൻ്റെ ആൻസർ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഈ വീഡിയോ നിർത്താം, കാരണം ലെങ്ത് കൂടി പോകണം. അപ്പോൾ അടുത്ത ഡൗട്ടുകൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ചോദിക്കാം. ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംശയമാണ് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. അടുത്ത ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മളെ രാഹുൽ രാജ് എന്ന് പറഞ്ഞ ബ്രോ ആണ്. അതും 6 ദിവസം മുന്നേ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ്, കഴിവ് തന്നെയാണ്, അതായത് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വായിക്കാം. രാഹുൽ രാജ് എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്, റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ മിൻ ടോപ്പ് യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ റോളർ നമ്മൾ യൂസ് ചെയ്യണം എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സ്, മുഖത്തുള്ള പോഴ്സ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു മുറിവ് നമ്മുടെ മുഖത്ത് ഉണ്ടാക്കിയിട്ടാണ് ആ പോഴ്സ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 2-3 തവണ മാത്രം ഈ ഡെർമാ റോളർ യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഡെർമാ റോളർ യൂസ് ചെയ്തിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഈ മിനോക്സൈഡ് അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ പോഴ്സ് ഓപ്പൺ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഈ ബിയർഡ് ഓയിൽ തേക്കുന്നവരടുത്ത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് ആവി പിടിച്ചിട്ട് ഈ ബിയർഡ് ഓയിൽ തേക്കണം. അപ്പം കാരണം അത് പോഴ്സ് ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആവും. അതേ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഈ ഡെർമാ റോളർ സിസ്റ്റത്തിൽ വരുന്നത്. നമ്മളത് ഓട്ടിക്കുമ്പോൾ നമ്മുടെ പോഴ്സ് ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ട് നമ്മൾ അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ മിനോക്സൈഡ് അപ്ലൈ ചെയ്താൽ പെട്ടെന്നാണ് നമ്മുടെ പോഴ്സിൻ്റെ അത് കയറിയ ഇരട്ടി റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഈ കഷണ്ടി തല ഉള്ളവർക്ക് തന്നെയാണ് നമുക്ക് ഇത് നമ്മുടെ ഡെർമാ റോളർ നല്ല തലയിൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഈ മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു എഫക്റ്റ് കിട്ടണം എന്ന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ MX5 യൂസ് ചെയ്യുമ്പോൾ കിട്ടണ ആ റിസൾട്ടിനേക്കാളും ഇരട്ടി റിസൾട്ട് നമ്മൾ ഈ ഒരു ഡെർമാ റോളർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് MX5 യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്കിത് ഡെർമാ റോളർ യൂസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ മിൻടോപ്പോ MX5 എന്ത് വേണോ നിങ്ങളത് യൂസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ആ പോഴ്സ് അങ്ങ് അടഞ്ഞു പോകും. നിങ്ങൾ ആ ഇതിട്ട് ഓട്ടിക്കണത് വെറുതെ ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഡെർമാ റോളർ യൂസ് ചെയ്തിട്ട് വേണം മിൻടോപ്പോ MX5 യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ബോയ്ക്കുള്ള സംശയത്തിനുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സംശയത്തിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇനി ഞാൻ എന്നും പറയണ പോലെ ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ 3 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഈ ഇത് മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖം നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വെള്ളം കുടിക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനത്തെയാണ്, നല്ല ചൂടാണ്. അപ്പം നമുക്ക് നല്ല വിയർപ്പും ഒക്കെ ലോസ് ആണ്, വാട്ടറിൻ്റെ കണ്ടൻ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ബിയർഡൊക്കെ വളരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് ഈ താടിയുടെ വളർച്ച കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കണം. ഇതാണ് എൻ്റെ ഒരു ഒന്നാമത്തെ ടിപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പും. അടുത്ത രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറക്കം എടുക്കണം. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ നഖത്തിൻ്റെ വളർച്ചയും തലമുടിയുടെ വളർച്ചയും താടിയുടെ വളർച്ചയും എന്ത് വളർച്ചയായാലും ഉറക്കത്തിൽ കൂടെ, ഉറക്കം എന്നൊരു പ്രോസസ്സാണ് ഇതിനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഉറക്കം എന്നുള്ളത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ടേക്ക് ചെയ്യണം. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് തന്നെ നമ്മൾ എടുക്കണം. അപ്പം ഉറക്കം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കൽ. ഈ മിനോക്സൈഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇത് കാണും, ക്ഷീണമൊക്കെ കാണും. അപ്പം നിങ്ങൾ ഉറക്കം എടുത്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് ഈ മോയ്സ്ചറൈസർ. അപ്പം ഈ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യണം. അത് കട്ടിയുള്ള തിക്ക് മോയ്സ്ചറൈസർ ഉണ്ട്, അങ്ങനത്തെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ തിന്നായിട്ടുള്ള ലെയർ നമ്മുടെ മുഖത്ത് തരണം. മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് കാരണം നമ്മുടെ ഈ മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് ഫ്ലാക്സ് വരാൻ സാധ്യതയുണ്ട്. അത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതും ഡ്രൈനെസ്സും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മോയ്സ്ചർ യൂസ് ചെയ്യാൻ വേണ്ടി പറയണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച, ഇന്ന് ശനിയാഴ്ച വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വെള്ളിയാഴ്ച തന്നെ ഈ വീഡിയോ കിട്ടുന്നതാണ്. താടിയെ പറ്റിയുള്ള സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളിയാഴ്ച വരുന്നതാണ്. ആ നോർമലായിട്ടുള്ള വീഡിയോ ഞാൻ ഡെയിലി അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് തുടർന്നും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് താഴെ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്താൽ അവർക്കും ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും. ബൈ.